രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയെ പുകഴ്ത്തി CPM PB അംഗം MA ബേബി. ഇന്ത്യയുടെ ഐക്യത്തിന് വേണ്ടി രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര കോൺഗ്രസിന് ഊർജം പകർന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയെ പരിഹസിക്കുന്നവരുണ്ട്. എന്നാൽ താൻ ആ കൂട്ടത്തിൽ ഇല്ലെന്ന് പറഞ്ഞ MA ബേബി പലസ്തീൻ വിഷയത്തിൽ കോൺഗ്രസ് പ്രതികരിക്കാത്തത് എന്തെന്ന വിമർശനവും ഉന്നയിച്ചു. ഇന്ത്യയുടെ ഐക്യത്തിന് വേണ്ടി ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ 4000-ലധികം കിലോമീറ്റർ നടന്നൊരു ഭാരത് ജോഡോ യാത്ര ആ പാർട്ടിക്ക് കുറച്ച് ഉന്മേഷം പകർന്നിട്ടുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? ചിലതിനെ പരിഹസിക്കുന്നുണ്ട്. ഞാൻ പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിൽ കൂടുന്ന ആളല്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയല്ലോ. പക്ഷെ ഈ പാലസ്തീനിയൻ പ്രശ്നത്തിൽ പ്രതികരിക്കണ്ടേ കോൺഗ്രസ് പാർട്ടി? അമേരിക്കയ്ക്കും ഇസ്രായേലിനും അനുകൂലമായ നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. G20 ഉച്ചകോടിയിൽ പാലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യത്വ വിരുദ്ധമായ ഇടപെടലുകൾക്കെതിരെ പ്രതികരിക്കണം. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ ഭാഗമായി രൂപപ്പെട്ട ഇന്ത്യ ഇന്ന് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇസ്രായേലിൻ്റെ സാമ്രാജ്യത്വത്തിനെതിരെ പ്രതികരിക്കുക പോലും ചെയ്യാതെ ഇന്ത്യ ഗവൺമെൻറ് കാണിക്കുന്ന ഹീനമായ ചതി വിമർശിക്കപ്പെടണമെന്നും MA ബേബി പറഞ്ഞു. അമേരിക്കയ്ക്കും ഇസ്രായേലിനും അനുകൂലമായ നിലപാടാണ് ദൗർഭാഗ്യവശാൽ ഇന്ത്യ കൈക്കൊള്ളുന്നത്. ഇപ്പോൾ G20 സെഷൻ നടക്കാൻ പോവുകയാണ്. G20 സെഷൻ നടക്കുമ്പോൾ കേരളത്തിലും അതിന്റെ ഭാഗമായ ചില പരിപാടികൾ ആലോചിക്കുന്നുണ്ട്. ഇന്ത്യൻ ജനത ചോദിക്കേണ്ട ചോദ്യം, പാലസ്തീനിൽ ജനിച്ച് പാലസ്തീനിൽ ജീവിക്കാൻ അവകാശപ്പെട്ട ജനതയെ അവിടെ നിന്ന് നിഷ്കാസനം ചെയ്യുന്ന അത്യന്തം ക്രൂരമായ മനുഷ്യത്വ വിരുദ്ധമായ ഭരണകൂട ഭീകരത, അത് നടപ്പാക്കപ്പെടുമ്പോൾ ഇന്ത്യ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ പാരമ്പര്യമുള്ള ഇന്ത്യ, സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിലൂടെ രൂപവൽക്കരിക്കപ്പെട്ട ഇന്ത്യ എന്ന രാഷ്ട്രം, ആ രാഷ്ട്രം എടുക്കുന്ന നിലപാടെന്താണ് പാലസ്തീനിയൻ പ്രശ്നത്തിൽ? അതേറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കോഴിക്കോട് നടന്ന പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MA ബേബി. അഖിലേന്ത്യാ പീസ് ആൻഡ് സോളിഡാരിറ്റി ഓർഗനൈസേഷനും കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ അധ്യക്ഷത വഹിച്ചു. PK പാറക്കടവ്, ഫസൽ ഗഫൂർ, A പ്രദീപ് കുമാർ, KT കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംബന്ധിച്ചു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.